നമസ്കാരം. കുറച്ചധികം ദിവസങ്ങളായി അല്ലേ നമ്മൾ പറഞ്ഞു കേട്ട കഥയുടെ ആദ്യത്തെ എപ്പിസോഡ് റിലീസാക്കിയിട്ട്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. നമുക്ക് ഏകദേശം 30,000-ഓളം കേൾവിക്കാർ അല്ലെങ്കിൽ കാഴ്ചക്കാരാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ വന്നത്. അപ്പോൾ ഒരു സംഭവം പരീക്ഷിച്ചിട്ട് അത് വിജയിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തുഷ്ടനാണ് ഞാൻ. ആ കഥകൾ കേട്ട നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് വരാനുള്ള കാരണം ഏത് പറഞ്ഞു കേട്ട കഥ നിങ്ങളോട് പറയുമെന്ന് ആലോചിച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പറഞ്ഞു കേട്ട കഥകളുണ്ട്, പക്ഷെ അതിൽ രസകരമായിട്ട് തോന്നിയ കഥകൾ നിങ്ങളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് പറഞ്ഞു കേട്ട കഥകൾ ബൈ രാഹുൽ രാമചന്ദ്രൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞു കേട്ട കഥകളിൽ നിങ്ങളെ രസിപ്പിച്ച കഥകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാവുന്നതാണ്. അത് വായിച്ചു നോക്കിയിട്ട് അത് കേൾക്കുന്നവർക്ക് രസകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഉറപ്പായിട്ടും ഇതുപോലെ ഞാൻ വന്നിരുന്ന് ബാക്കിയുള്ളവരോടും ആ കഥകൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കഥ എൻ്റെ സുഹൃത്ത് പറഞ്ഞു തന്നൊരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന രസകരമായ ഒരു സംഭവം. ചെറുപ്പം മുതലേ വലിയൊരു മോഹൻലാൽ ഫാനായിരുന്ന ഇദ്ദേഹത്തിന് ലാലേട്ടനൊന്ന് നേരിട്ട് കാണണമെന്നും അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അതിപ്പോൾ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം നമ്മൾ മലയാളികൾ രണ്ട് തരമാണ്. ഒന്ന് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും, രണ്ടാമത് ലാലേട്ടനെ ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവരും, അല്ലേ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ജോലി തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാവിലെ അമ്മയെ കൊണ്ട് ജോലി സ്ഥലത്ത് വിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയൊരു പോക്കറ്റ് മണി കൊണ്ടാണ് ഈ ജോലി തേടലും സുഹൃത്തുക്കളുമായുള്ള മറ്റ് കലാപരിപാടികളൊക്കെ. അതുകൊണ്ട് ഒരു ദിവസം പോലും അമ്മയെ കൊണ്ടുവിടാൻ ഇദ്ദേഹം മടിക്കാറില്ല. രാവിലെ തന്നെ എണീറ്റ് കുട്ടപ്പനായി അമ്മയെ കൊണ്ട് ജോലി സ്ഥലത്ത് വിടും. അമ്മ ചെറിയൊരു പൈസ കൊടുക്കും. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം രാവിലെ എണീറ്റ് അമ്മയെ കൊണ്ടുവിടുന്നതിന് മുന്നേ അമ്മയും മകനും കൂടെ ഇരുന്ന് ഡൈനിങ് ടേബിളിലിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറയുന്നത്, എടാ, നമ്മുടെ ലാലേട്ടൻ ഒരു സിനിമ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഷൂട്ട് നടക്കുന്നുണ്ട്. നീ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് പോയൊരു ഫോട്ടോ എടുക്കാം. കേട്ട പാടെ തന്നെ ഇദ്ദേഹം ഫോൺ എടുത്തിട്ട് ആദ്യം വിളിച്ചത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ലാലേട്ടൻ്റെ മേക്കപ്പ് മാൻ്റെ സുഹൃത്താണ്. വിളിക്കുന്നു, കാര്യം പറയുന്നു. ശരിയാടാ, ഞാൻ നോക്കിയിട്ട് ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞ് സുഹൃത്ത് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ സുഹൃത്തിൻ്റെ തിരിച്ചുള്ള വിളിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ വിളി തിരിച്ചു വരുന്നു. വിളിച്ചിട്ട് സുഹൃത്ത് പറയുന്നത് എങ്ങനെയാണ്, എടാ, ഞാൻ മേക്കപ്പ് മാനുമായിട്ട് സംസാരിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫൈറ്റ് സീൻ എടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ലാൽ സാറ് വേറെ ആരെയും കാണത്തില്ല എന്നാണ് മേക്കപ്പ് മാൻ പറഞ്ഞതെന്ന്. കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. ആ വിഷമം തരണം ചെയ്ത് അമ്മയും കൂട്ടി ഓഫീസിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്താ? അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇല്ല അമ്മ, ലാലേട്ടൻ ഇതേപോലെ ഷൂട്ടിന് വന്നിട്ടുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയാണ്, പക്ഷേ നടന്നില്ല എന്നുള്ള കാര്യം അമ്മയോടും പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി ഇദ്ദേഹം സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് അമ്മ കഥയൊക്കെ പൂട്ടി വരികയാണ്. പെട്ടെന്നാണ് അമ്മ പറയുന്നത്, എടാ, നീ നമ്മുടെ ഹരിയങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? ഹരിയങ്കിൾ ലാലേട്ടൻ്റെ അടുത്ത സുഹൃത്തല്ലേ? അപ്പോൾ ഹരിയങ്കിൾ എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരാളാണ്. ഒരു 45-50 വയസ്സോളം പ്രായമുള്ള ഒരാളാണ് ഈ ഹരിയങ്കിൾ. അപ്പോൾ ഹരിയങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ എന്ന് അമ്മ പറയുന്നു. കേട്ട പാടെ തന്നെ ഇവൻ പറയാണ്, ഇല്ലമ്മ, ഹരിയങ്കിൾ ചുമ്മാ തള്ളാണമ്മ, ഹരിയങ്കിളും മോഹൻലാലുമായിട്ട് എങ്ങനെ ബന്ധം വരും എന്നുള്ള കാര്യം ഇവൻ അമ്മയോട് ചോദിക്കുന്നു. അപ്പോൾ അമ്മ പറയാണ്, ഭയങ്കര പ്രൗഢിയോടുകൂടി പറയാണ്, ഹരിയങ്കിളും ലാലേട്ടനും കൂടെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ കണ്ടിട്ടുള്ളതല്ലേ എന്ന് അമ്മ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവൻ പറയാണ്, അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാമല്ലോ. ഇനിയിപ്പോൾ നാളെ ഞാൻ ഫോട്ടോ എടുത്താലും എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത സുഹൃത്താണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഇവൻ തിരിച്ച് പറയുന്നുണ്ട്. ശരി എന്നുള്ള രീതിയിൽ അമ്മ തലയാട്ടി ഇവർ രണ്ടുപേരും കൂടെ ഗേറ്റിൻ്റെ പുറത്തിറങ്ങുമ്പോൾ അതാ നിൽക്കുന്നത് നമ്മുടെ ഹരിയങ്കിൾ ഓപ്പോസിറ്റ് വീട്ടിൽ. ഞാൻ പറഞ്ഞ പോലെ ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ. ഇദ്ദേഹം ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി ഒരു ചെറിയ കൈലി മുണ്ടൊക്കെ കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഓൾട്ടോ കാറ് കഴുകിക്കൊണ്ട് വീട്ടിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്. അപ്പം ഈ ഹരിയങ്കിളിനെ കണ്ട ഉടനെ ഇവൻ അമ്മയെടുത്ത് പറയുന്നുണ്ട്, അമ്മ പോകുന്ന വഴിക്ക് ചുമ്മാ ഹരിയങ്കിളെടുത്ത് പറയല്, കാര്യങ്ങളൊന്നും പറയാനും നിൽക്കേണ്ട, പിന്നെ പുള്ളിയുടെ തള്ളൊക്കെ കേൾക്കേണ്ടി വരും, വെറുതെ എന്തിനാണെന്ന് ഇവൻ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ അമ്മ ഇവൻ്റെ കൂടെ വണ്ടി കയറുന്നു. ഇവരുടെ വണ്ടി ഹരിയങ്കിളുടെ വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോവുകയാണ്. വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നതും അമ്മ ഒച്ചത്തി വിളിച്ച് ഹരിയങ്കിളെടുത്ത് പറയാണ്, ഹരിച്ചേട്ടാ, ഇവന് നമ്മുടെ ലാലേട്ടനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് റെഡിയാക്കി കൊടുക്കുമോ എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയുകയാണ്. വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പുറകിൽ നിന്ന് ഇത് കേട്ട ഹരിയങ്കിൾ പറയാണ്, എടാ, അങ്ങനെയാണെങ്കിൽ നീ അമ്മയെ കൊണ്ട് വിട്ടിട്ട് വാ കേട്ടോ, നമുക്ക് നോക്കാം എന്ന് ഹരിയങ്കിൾ വിളിച്ച് പറയുന്നുണ്ട്. ഇവരുടെ വണ്ടി മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ഇവൻ അമ്മയെടുത്ത് പറയുന്നുണ്ട്, അമ്മ, ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാണ് വെറുതെ, ഇനി ഞാൻ പോയിരുന്നുള്ള തള്ളൊക്കെ കേൾക്കണം. അപ്പം അമ്മ ഒരു ചെറിയ ചിരിയോട് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യും, ചുമ്മാ പോകുമ്പോൾ
ഒന്ന് കണ്ടിട്ട് പോ, എങ്ങാനും നടന്നാലോ എന്നുള്ള രീതിയിൽ അമ്മ പറയുന്നു. മൊത്തം പുച്ഛഭാവത്തോടുകൂടി ഇവൻ ഇത് ശരി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വണ്ടി മുന്നോട്ട് പോകുന്നു. ഇവൻ അമ്മയെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഓഫീസിൽ വിടുന്നു. അമ്മ എന്നും കൊടുക്കാറുള്ളത് പോലെ പൈസ കൊടുക്കുന്നു. ആ പൈസയും മേടിച്ച് തൊട്ടടുത്തൊരു കടയിൽ നിന്ന് ചായയും കുടിച്ച് തിരിച്ച് പോകുമ്പോൾ എങ്ങാനും ഹരിയങ്ങളുടെ മുമ്പിൽ പെടുമോ എന്നുള്ളൊരു പേടിയിൽ ഇവൻ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും കാണുന്നത് ഈ ഹരിയങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടുത്തെ പട്ടിക്കൂട്, അദ്ദേഹത്തിൻ്റെ പട്ടിയുടെ കൂട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവനൊന്നും അറിയാത്തതുപോലെ മിണ്ടാതെ പയ്യെ വണ്ടി സൈഡിൽ കൂടെ പോയിട്ട് വണ്ടി ആക്സിലേറ്റർ പോലും കൊടുക്കാതെ വണ്ടി അങ്ങ് ഓഫ് ചെയ്യും. കാരണം എന്തായാലും വീടെത്തിയല്ലോ, വണ്ടി സൗണ്ട് ഉണ്ടാക്കാതെ അങ്ങ് പോകുമല്ലോ എന്ന് കരുതി ഇവൻ വണ്ടി ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇവൻ പതിയെ പോയി ഗേറ്റ് തുറക്കുന്നതും ഹരിയങ്കിൾ ഇവൻ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കും. പെട്ടെന്ന് ഹരിയങ്കിൾ അവിടെ നിന്ന് വിളിച്ചിട്ട് എടാ വാ നമുക്ക് മറ്റേ നോക്കണ്ടേ എന്നിങ്ങനെ പറയുന്നു. ഇവൻ അയ്യോ പെട്ടല്ലോ എന്നുള്ള രീതിയിൽ പതിയെ ഈ സ്കൂട്ടർ വീടിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് മനസ്സില്ലാ മനസ്സോടെ നടന്ന് ഹരിയങ്ങളുടെ അടുത്തോട്ട് പോകുന്നു. അപ്പോൾ ഒരു മതിലാണ്, ഈ മതിലിൻ്റെ അപ്പുറത്ത് ഹരിയങ്ങൾ നിൽക്കുന്നു, ഇപ്പുറത്ത് ഇവൻ നിൽക്കുന്നു. ഇവൻ ചെന്നിട്ട് ഹരിയങ്ങളെ നിനക്ക് എന്താ ലാല് ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇവൻ പറഞ്ഞു അതെ, തൊട്ടടുത്ത് നമ്മുടെ അവിടുത്തെ ഒരു സ്കൂളിൽ ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് ഇങ്ങനെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു. അല്ല കുഴപ്പമില്ല ഞങ്ങളെ, ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ മേക്കപ്പ് മാൻ പറഞ്ഞു ഇന്നെന്തോ ഫൈറ്റ് എന്തോ ആണ്, അതുകൊണ്ട് ലാലേട്ടൻ ആരെയും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല ഞങ്ങളെ, ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ഇവൻ പറയാണ്. അവിടെ നിൽക്കി നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പട്ടിക്കൂട് കഴുകിക്കൊണ്ടിരുന്ന ഈ ഓസ് ഉണ്ടല്ലോ, ഏതാ വെള്ളം ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന ഓസ്, ഈ ഓസ് അവിടെ ഇട്ടിട്ട് ഇദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ തുടച്ചിട്ട് ഇവൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതിലാണ്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഈ മതിലിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ സാംസങ്ങിൻ്റെ കീപാഡുള്ളൊരു ഫോണ് ഈ മതിലിൻ്റെ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ കയ്യിലെ വെള്ളമൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ട് വന്നിട്ട് ഇദ്ദേഹം ഈ കീപാഡിൽ ഏതൊരു കോൺടാക്റ്റ് എടുക്കുമ്പോൾ ഇവൻ ഈ ശബ്ദം കേൾക്കാം. ഈ കീപാഡിൻ്റെ പഴയ ഒരു ശബ്ദം ഉണ്ടല്ലോ, ടീക്ക് 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 എന്നുള്ള ശബ്ദം കേൾക്കാം. അപ്പോൾ ഇദ്ദേഹം ഈ കീപാഡിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഞെക്കിയിട്ട് ഒരു കോൺടാക്റ്റിൽ ഇങ്ങനെ വിളിച്ചിട്ട് സ്പീക്കർ ഇടുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, ആരെയാണാവോ വിളിക്കുന്നത്, ഇനിയിപ്പോൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ തലയാഴ്ത്തിയിരിക്കുകയാണ്. കോൾ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ റിങ്ങിൻ്റെ ഭാഗം എത്തി. അപ്പോഴത്തേക്ക് ഇവന് സമാധാനമായി, ആരും ഫോൺ എടുത്തില്ല, ഭാഗ്യം. പെട്ടെന്ന് ആ ഫോണ് അറ്റൻഡ് ആവുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ ആരടാ ഇത് എന്ന് നോക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ ചെവി പയ്യെ ഫോണിൻ്റെ അടുത്തോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഈ ഹരിയങ്ങളപ്പുറത്ത് നിന്നിട്ട് ഫോൺ എടുത്തോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഫോണിൻ്റെ അടുത്തോട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് ഇവൻ കേൾക്കുന്നത് അപ്പു പറയൂ എന്നാണ് ഇവൻ കേൾക്കുന്നത്. അതായത് സാക്ഷാൽ മോഹൻലാൽ അപ്പുറത്തെ സൈഡിൽ ഈ പറഞ്ഞ ഹരിയങ്ങളുടെ ഫോണിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഹലോ പറയുകയാണ്. ഇവൻ്റെ മുഖം തന്നെ അങ്ങ് മാറിപ്പോയെന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി എന്നാണ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഹരിയങ്ങൾ പുറത്ത് നിന്ന് പറയാണ് ലാലു എവിടെയാണ് ഷൂട്ട് കിടക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ലാലേട്ടൻ ഇന്ന സ്കൂളിലാണെന്നുള്ള കാര്യം പറയുന്നു. അപ്പം ഈ ഹരിയങ്ങൾ തിരിച്ച് പറയാണ് ലാലു നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനുണ്ട്, അവന് ലാലുവിനെ കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം, നമ്മുടെ ഒരു അനിയനെ പോലെയാണ്, ഞാൻ അവനെയും കൂട്ടിയിട്ട് ജോലിക്ക് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് വരാം, നീ ഒന്ന് പറഞ്ഞേക്കണേ എന്നുള്ള രീതിയിൽ ഹരിയങ്ങൾ പറയുകയാണ്. ഇവൻ ഞെട്ടി തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം. ഹരിയെങ്കിലും ഇതും പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് പറയണം നീ പോയി കുളിച്ച് നല്ലൊരു കുപ്പായ കിട്ടിയിട്ട് വാ, നമുക്ക് ലാലിനെ കാണാൻ പോവാം എന്ന് പറയുന്നു. ഇവന് മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇത്രയും നാളായിട്ട് കാണുന്ന ഒരാളാണല്ലോ ഹരിയങ്ങളിനെ പറ്റി. ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണകളെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത് ഇവന് മനസ്സിലാവുന്നു. ഇവൻ നേരെ വീട്ടിൽ ചെന്നിട്ട് കുളിക്കാൻ നേരത്തെ ഷവർ ഓണാക്കി കുളിക്കുമ്പോൾ പോലും ഇവൻ കരുതുന്നത് ഇനിയിപ്പോൾ ഹരിയങ്കൾ എങ്ങാനും ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ട് ശബ്ദമെടിപ്പിച്ച് എന്നെ പറ്റിച്ചതാണോ എന്ന് വരെ ഇവൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും കുളിച്ച് കുട്ടപ്പനായി ദേഹം ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കും ഹരിയങ്കൾ ഇയാളുടെ മാരുതി കാറിൽ ഇങ്ങനെ വരുന്നു, കയറാൻ പറയുന്നു. ഇവൻ കയറിയിരിക്കുമ്പോൾ ഒരു പഴയ ഹിന്ദി പാട്ടൊക്കെ കേട്ട് ഹരിയെങ്കിലും ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന മൂളിപ്പാട്ടിൻ്റെ ബാക്കി പാടി വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പോകുമ്പോൾ ഇവൻ ആലോചിക്കുന്നത് ഈശ്വര ഇനിയിപ്പോൾ ഇത് സത്യമാണോ, ശരിക്കും എങ്ങോട്ടാണ് ഈ പോകുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പല 100,000 ചോദ്യങ്ങൾ ഇവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഹരിയങ്ങളുടെ അടുത്ത് രണ്ടും കൽപ്പിച്ച് ഇവൻ ചോദിക്കുകയാണ് ഹരിയങ്ങളെ എങ്ങനെയാണ് ലാലേട്ടനെ പരിചയം എന്ന് ചോദിക്കുമ്പം ഈ ഹരിയങ്ങളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി മാത്രം. ഇവൻ പിന്നെ അധികം ഒന്നും ചോദിക്കാൻ നിന്നില്ല. വിത്തിൻ നിമിഷങ്ങൾക്കകം നമ്മളെ സ്ഥലത്തെത്തി, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തുന്നതും ഈ ബൗൺസേഴ്സ് വന്നിട്ട് ഈ വണ്ടി അങ്ങ് തടയുകയാണ്. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വണ്ടി തടയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഇനി എന്താണ് പുള്ളി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്നുള്ളൊരു സാധനം അവൻ്റെ മനസ്സിൽ വരികയാണ്. നോക്കുമ്പോൾ സാക്ഷാൽ ആൻ്റണി പെരുമ്പാവൂർ അവിടേക്ക് വരികയാണ്. വന്നിട്ട് ആ വണ്ടി കയറ്റി വിടാൻ ബൗൺസേഴ്സിനോട് പറയുകയാണ്. വണ്ടി അകത്തോട്ട് കയറുന്നു. ലാലേട്ടൻ്റെ ലാൻഡ് റോവർ കാറിൻ്റെ അടുത്തായിട്ട് ഇദ്ദേഹത്തിൻ്റെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഹരിയെങ്കിലും ഇവൻ്റെ അടുത്ത് പറയുകയാണ് നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്
ഹരിയങ്കൾ അകത്തോട്ട് കയറി പോകുന്നു. ചെന്ന് കയറുന്നു, ഇവനൊന്നും മനസ്സിലാവുന്നില്ല. ഇവനിങ്ങനെ ചുറ്റും നോക്കുന്നു. ബൗൺസേഴ്സൊക്കെ ഇവനെ നോക്കുന്നുണ്ട്. ആരടാ ഇതെന്നുള്ള രീതിയിൽ ബൗൺസേഴ്സൊക്കെ ഇവനെ നോക്കുന്നുണ്ട്. കയറിപ്പോയ ഹരിയങ്കൾ കുറച്ച് നേരത്തിൽ തിരിച്ചു വന്നിട്ട് വാ എന്ന് പറഞ്ഞ് ഇവനെ വിളിക്കുന്നു. ഇവൻ പെട്ടെന്ന് തന്നെ ഡോറൊക്കെ തുറന്നിറങ്ങി തുണിയൊക്കെ ഒന്ന് ശരിയാക്കി നേരെ അകത്തോട്ട് കയറുന്നു. ചെന്ന് കയറുമ്പോഴത്തേക്കും ഹരിയങ്കൾ അങ്ങ് മുന്നിൽ പോകുന്നു. ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നു. ഹരിയങ്കൾ മുന്നിൽ പോകുന്നു. ഇവൻ നോക്കുമ്പോഴത്തേക്കും കാണുന്നത് വെള്ളയൊക്കെ കൊടുത്ത് വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ഇവൻ്റെ മുമ്പിൽ സാക്ഷാൽ പത്മശ്രീ ഭരത് മോഹൻലാൽ നിൽക്കുന്നു. ഇവനൊരു നിമിഷത്തേക്ക് ശ്വാസം നിലച്ചു പോയി എന്ന് തന്നെ പറയാം. കാരണം ഇത്ര അടുത്ത് ലാലേട്ടൻ ഇവൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നു. ലാലേട്ടൻ ഈ ഹരി എന്ന് പറയുന്ന ഹരിയങ്കളുടെ തോളിൽ കൈയിട്ട് എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ ഹരിയങ്കൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു പയ്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പെട്ടെന്ന് ലൂസിഫറിൽ ലാലേട്ടൻ നോക്കുന്ന പോലെ, ലൂസിഫറിൽ ഈ പറഞ്ഞ പോലെ ലൂസിഫർ നോക്കുന്നത് പോലെ പെട്ടെന്ന് ലാലേട്ടൻ്റെ നോട്ടം ഇവനിലേക്ക് തിരികെയാണ്. ഇവനിങ്ങനെ ലാലേട്ടനെ നോക്കുന്നു, ലാലേട്ടൻ ഇവനെ നോക്കുന്നു. വരൂ എന്ന് പറഞ്ഞിങ്ങനെ ലാലേട്ടൻ വിളിക്കുന്നു അവനെ. ഇവൻ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്, എന്നെ തന്നെയാണോ എന്നുള്ള രീതിയിൽ നോക്കുന്നു. അപ്പോൾ ലാലേട്ടൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നത് എന്നെ തന്നെ വരൂ എന്ന് പറയുന്നു. വിളിക്കുന്നു. ഇവൻ അടുത്തോട്ട് ചെല്ലുന്നു. എന്താ മോൻ്റെ പേരെന്ന് ചോദിക്കുന്നു. ഇവൻ്റെ വായിൽ പേര് വന്നില്ല എന്നാണ് പറയുന്നത്. ഇവൻ വിക്കിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് ഇവൻ്റെ ഒന്നും പറയാൻ പറ്റാതെ ആയിപ്പോയെന്നാണ് ഇവൻ പറഞ്ഞത്. എന്തായാലും ലാലേട്ടന് പേര് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും ലാലേട്ടൻ പറയുന്നു നല്ല പേര് എന്ന് ലാലേട്ടൻ തിരിച്ച് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഇവൻ പറയുന്നു ജോലി നോക്കുകയാണ്, പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നു ലാലേട്ടൻ. അപ്പം ഇവൻ എങ്ങനെയൊക്കെയോ ആ ധൈര്യം സംഭരിച്ച് ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ലാലേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, മോനെ എൻ്റെ ഡ്രസ്സ് മൊത്തത്തിൽ ഒരു ഫൈറ്റ് സീനാണ്, ഡ്രസ്സ് മൊത്തത്തിൽ ചീത്തയായിട്ടിരിക്കുന്നൊരു ദിവസമാണ്. വേറൊരു ദിവസം മോൻ അപ്പൂനെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് വരികയോ അല്ലെങ്കിൽ ഹോട്ടലിലോട്ട് വരികയോ ചെയ്താൽ മതി, നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ അടുത്ത ഷോട്ടിന് വേണ്ടി പോകുന്നു. ഇതെല്ലാം കണ്ടു നിന്ന് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാതെ ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ഹരിയങ്കൾ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നു. ഇവൻ വെളിയിറങ്ങി നിന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് എന്താണ് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇവൻ്റെ ഏറ്റവും വലിയ സംശയം ഇതായിരുന്നു, എങ്ങനെയാണ് ലാലേട്ടനും ഹരിയങ്കളുമായിട്ടുള്ള ബന്ധം. ഇവൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി ഒരുപാട് നടന്നെങ്കിലും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, എൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയതാവും. എന്തായാലും ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതും ഒന്നാണ്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതായത് ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ട വെച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ അകത്ത് എന്താണെന്ന് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ജീവിതത്തിൽ ആരെങ്കിലും വില കുറച്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു കാര്യം ഓർക്കുക, എന്നെങ്കിലും ആയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചേക്കാം. എന്തായാലും അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.